ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം. കാരണം SSLCയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന അവസാനത്തെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 15 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കിടിലമാക്കി എൻ്റെ മക്കളെ പഠിപ്പിച്ചു തരാം. സോ അതിന് മുന്നേ എൻ്റെ മക്കളോട് പറയാനുള്ളത്, നാളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഗാ മാരത്തോൺ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവർക്കും കൃത്യം 7 മണിക്ക് അങ്ങോട്ടേക്ക് വരാം. മാത്രമല്ല, ഇനി മൊത്തം ക്ലാസ് കാണണമെങ്കിൽ ഈ ചാനലിൻ്റെ താഴത്ത് നിങ്ങൾക്ക് 12 മണിക്കൂർ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് എന്നെ നമുക്ക് കാണാനും പറ്റും. സോ നമുക്ക് ആ 15 ചോദ്യങ്ങൾ ചർച്ച ചെയ്താലോ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എസ്സേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അടിപൊളിയാക്കാം. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റ് ആക്കിയിട്ട് മാറ്റാം. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ചെയ്തിട്ട് പോകാം. ആദ്യം തന്നെ ഹ്യൂമൻസ് എന്ന ചാപ്റ്റർ എടുക്കാം. മക്കളെ, ആദ്യം മനസ്സിലാക്കിയേക്കുക ഈ ചാപ്റ്ററിന് എന്തൊക്കെ പഠിക്കണം എന്നത്. പ്രധാനമായിട്ട് ഇത്ര കാര്യങ്ങളാണ്. ഇതിന് 1 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അത് എൻ്റെ മക്കൾ വിടുക. 1 മാർക്കിന് നമുക്ക് എന്തായാലും കിട്ടിക്കോളും. പിന്നെ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് ഉള്ളത്. അതിൽ ഒന്ന് നമുക്ക് ചാൻസ് ഉള്ളത് വൈ റിനൈസൻസ് ഓഫ് ഇറ്റലി, എന്തുകൊണ്ട് ഇറ്റലിയിൽ നവോത്ഥാനം വന്നു. പിന്നെ എന്താണ് സ്കോളാസിസം, എന്താണ് ഹ്യൂമനിസം ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഹ്യൂമനിസം വന്നതോടെ വന്ന ചേഞ്ചുകളുണ്ട്, അതിൽ ലിറ്ററേച്ചറോ സയൻസോ അല്ലെങ്കിൽ റിഫോർമേഷനോ കൗണ്ടർ റിഫോർമേഷനോ, ഇതായിരിക്കും എൻ്റെ മക്കൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള 4 എണ്ണം. അതിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എൻ്റെ മക്കളോട്, ലിറ്ററേച്ചർ സയൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ റിഫോർമേഷൻ, അതിൽ ഏതെങ്കിലും ഒന്ന് വരും. നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇന്ന് ചോദ്യം ഇട്ടു, വാട്ട് വർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ചസ് ഓഫ് ടുക്ക് പ്ലേസ് യൂറോപ്പ് ഇൻ 14th century. അഥവാ നവോത്ഥാനം വന്നോടെ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ, നവോത്ഥാനം വന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ചോദിക്കും. മക്കളെ പഠിച്ചു വെക്കുക. ഹ്യൂമൻസ് പെർസ്പെക്റ്റീവിലേക്ക് മാറും. സോ അതേപോലെ എന്ത് സ്പ്രെഡ് സെക്യുലർ വാല്യൂസ് ആയിട്ട് മാറും. അതേപോലെ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, മോണിറ്ററിങ് എക്കണോമി വരും. അതേപോലെ പ്രോഗ്രസ് ഓഫ് ട്രേഡ് വരും, റൈസ് ഓഫ് നാഷൻസ് വരും. ഈ കാര്യങ്ങളൊക്കെ വരും എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നവോത്ഥാനം വന്നാണ്ടാകുന്ന മാറ്റൻ്റെ മക്കളെ ചിന്തിക്കാൻ ഒരു ഐഡിയ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുക. ഒരു നാട് പെട്ടെന്നൊരു ചേഞ്ച് വന്നു. ആ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ. ഇപ്പം നിങ്ങളുടെ നാട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുക, ഒരു എന്താ പറയുക, മറ്റേ കാട് മൂലാങ്കയർ അങ്ങനെ പറയല്ലോ. ഒരു നാട്, ആ നാട് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ എന്താവും, നിങ്ങൾ ചെക്ക് അവിടെ ഒന്ന് റൈസ് ഓഫ് നാഷൻ ആവും, പ്രോഗ്രസ് ട്രേഡ് ഉഷാറാവും, എക്കണോമി ഉഷാറായിട്ട് മാറും, അതേപോലെ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫായിട്ട് മാറും. അങ്ങനെ ആലോചിച്ച് വെക്കുക. അതന്നെ നവോത്ഥാനം വന്നാണ്ടാകുന്ന ചേഞ്ച്. ഈ നവോത്ഥാനം ആദ്യമായിട്ട് വന്നത് ഇറ്റലിയിലാണ്. അപ്പോൾ ചിലപ്പോൾ മക്കൾ ചോദിക്കും വൈ റിനൈസൻസ് ഓഫ് ഇറ്റലി. മക്കൾ 6 കാര്യങ്ങളാണ്. ആ 6 കാര്യങ്ങൾ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവെക്കണം. 6 കാര്യങ്ങളാണ് എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവെക്കണം. ഏതൊക്കെയാണ്? ഒന്ന് അവിടെ ഉണ്ടാവാനുള്ള കാരണം ഇൻഡിപെൻഡൻറ്റ് സിറ്റീസ് വന്നു. അവിടുത്തെ സിറ്റീസ് എല്ലാം എന്തെയ്നി, വെൽത്തി ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള സിറ്റീസ് ആയിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നെ സിറ്റീസ് ഉണ്ടായിനി, ഏതൊക്കെ, വിസ്കോന്തി, സഫോർസ, അതേപോലെ പാർമ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സിറ്റീസ് അല്ല വെൽത്തി ക്ലാസ്സുകൾ ഉണ്ടായിനി, കുടുംബങ്ങൾ ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇറ്റലി നവോത്ഥാനം പെട്ടെന്ന് വരാൻ പറ്റി. പിന്നെ ഇവർ ക്രുസൈഡ്സ്, കുരിശുദ്ധം നടത്താൻ വേണ്ടി ഇവർ എങ്ങോട്ട് പോയി, ഏഷ്യയിലേക്ക് പോയാൽ എന്ത് ചെയ്തു, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നു. അതെന്ത് ചെയ്തു, ഇവർക്ക് കുരിശുദ്ധം സാംസ്കാരിക കൈമാറ്റങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട്. പിന്നെ ബ്യൂബോണി പ്ലാഗ് വന്നു വന്നവിടെ ഇവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ കാര്യങ്ങൾ കണ്ടെത്തി. അതായത് മിഡീവൽ ഫ്യൂഡലിസം അവിടെ തകർന്നു. അതേ ഫ്യൂഡലിസം ഈ ബ്യൂബണി പ്ലാഗിന് ശേഷം ഫ്യൂഡലിസം തകർന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ സാധാരണ ആൾക്കാർ മിഡിൽ ക്ലാസ് ഗ്രോത്ത് ആയി. അതും എന്ത് ചെയ്തു, നവോത്ഥാനം ഉണ്ടാവാനുള്ള കാരണമായിട്ടുണ്ട്. പിന്നെ പ്രോസ്പെരിറ്റി, പബ്ലിക് ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി എന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ ഗ്രോത്ത് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ടിലും ലിറ്ററേച്ചറിലൊക്കെ മാറ്റം വന്നു. പിന്നെ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. സ്വാഭാവികമായിട്ട് പണ്ട് കാലത്ത് അഥവാ 13th century പണ്ട് പടം തേനി സ്കോളാസിസം തേനി, അതിന് മാറ്റേണ്ടത് ഹ്യൂമനിസത്തിലേക്ക് വന്നതാണ്. ഏത്, ഈ ഇറ്റലിയിലെ ചേഞ്ചുകൾ. അപ്പം ചിലപ്പം ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. എസ്സേ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, 5 മാർക്കിന് ചോദ്യം വരാമെങ്കിൽ ചോദിക്കും സ്കോളാസിസവും മാനവികയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലാക്കിച്ചോളി. സ്കോളാസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോളാസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ തിയോളജി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്നാണ് ഇറ്റ് പ്രയോറിറ്റൈസ്ഡ് ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്, ദൈവത്തിനും പരലോകത്തിനുമായിട്ടാണ് എന്ത് ചെയ്യുക, ക്രിസ്ത്യൻ തിയോളജി ഉണ്ടാവുക മനസ്സിലാക്കി വെക്കുക. ബട്ട് ഹ്യൂമനിസം എങ്ങനെ, ഇത് ക്രിസ്ത്യൻ തിയോളജി ആണെങ്കിൽ ഇത് ഗേവ് ഇമ്പോർട്ടൻസ് ടു റാഷണലിസം, യുക്തി ചിന്തക്ക് പ്രാധാന്യമാണ്. ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ആൻഡ് വേൾഡ്ലി ലൈഫ്, മനുഷ്യനും ഇഹലോകത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ എന്തിനൊക്കെ ഹൈലൈറ്റ് ചെയ്യും, യുണീക്ക്നെസ്, ഇമോഷന്, ക്യാപ്പബിലിറ്റി, ലിറ്ററലി എക്സ്പ്രഷന്, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മാറ്റാറുണ്ടെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് 8ാമത്തെ ചാപ്റ്റർ. ഇതെന്ന് എല്ലാവരും ചോദിക്കുന്ന സാറേ ഇന്ന് ഇതൊക്കെ പഠിക്കാനുള്ളത് മനസ്സിലാക്കിച്ചോളി. ഇത് പ്രധാനമായിട്ട് ഇത്ര കാര്യങ്ങളാണ്. അത് ജനാധിപത്യം ഇന്ത്യയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ പഠിക്കുന്ന ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. അപ്പം എന്താണ് ജനാധിപത്യം, ആ ജനാധിപത്യം എങ്ങനെ ഇന്ത്യയിൽ കിട്ടി, ആ ജനാധിപത്യത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം അടിയന്തരാവസ്ഥ, പിന്നെ ജനാധിപത്യം കിട്ടാൻ വേണ്ടി കുറച്ച് പ്രസ്ഥാനങ്ങളുണ്ടായി, ജനാധിപത്യത്തിന് വെല്ലുവിളികൾ. ഇതാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പം ജനാധിപത്യം എങ്ങനെ കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതേപോലെ അതിർത്തി അധികാരത്തിലൂടെ എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയാണ് അടിയന്തരാവസ്ഥ എന്നുള്ള മനസ്സിലാക്കി വെക്കുക. പിന്നെയാണ് മൂവ്മെന്റ്സ്. ഇതിൽ എൻ്റെ മക്കൾക്ക് മൂവ്മെന്റുകൾ 16 ഉണ്ട്. ആ 16 മൂവ്മെന്റുകൾ ഏതൊക്കെ വരുന്ന ഡൗട്ട് ഉണ്ട്. ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം മക്കൾ. മണ്ഡൽ കമ്മീഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചോളി. സ്ത്രീ മുന്നേറ്റങ്ങൾ, നിർഭയ മൂവ്മെന്റ്സ് നന്നായിട്ട് പഠിച്ചേക്കുക. കർഷക പ്രസ്ഥാനങ്ങൾ,
അതിൽ കർഷക പ്രസ്ഥാനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ 3 കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ച് എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതണം. ആ 3 എണ്ണാണ്. ഒന്ന് ഏത് മക്കളെ, ചിപ്കോ പ്രസ്ഥാനം. അടുത്തത് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നർമ്മദ ബച്ചോ ആന്തോളൻ പ്രസ്ഥാനം. അടുത്താണ് സൈലന്റ് വാലി മൂവ്മെന്റ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ ഡൗട്ട് ഉണ്ടാവും. എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇത് മൊത്തമായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാണാതെ പഠിക്കുന്ന തലേ നിൽക്കൂല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്താണ് എഴുതേണ്ടത് അത് ഞാൻ അവിടെ എഴുതുന്നത്. ഒന്ന് റീസൺ, എന്താണ് കാരണം. ഒന്ന് പ്ലേസ്, എവിടെയാണ് സ്ഥലം. ഏതാണ് ലീഡർ, എന്താണ് എഫക്റ്റ് നോക്കാം. ആദ്യം റീസൺ. ഇത് റീസൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവിടെ. വൃക്ഷങ്ങൾ മുറിക്കുന്നതാണ് ഇത് പ്രശ്നം. പ്ലേസ് എവിടെയാണ്, ഉത്തരാഖണ്ഡാണ്. അപ്പം റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫെല്ലിംഗ് ഓഫ് ട്രീ ആണ്, ഓപ്പോസിറ്റ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് ആണ്. എവിടെയാണ്, ഉത്തരാഖണ്ഡാണ്. ലീഡർ ആരാ ചോദിച്ചാൽ സിമ്പിൾ ആണ്, ആരാ, സുന്ദർലാൽ ബഹുഗുണയാണ്. എഫക്റ്റ് എന്താ, ഇതിനെതിരെ എന്ത് ചെയ്തു, നമുക്ക് സ്ത്രീകൾ പങ്കെടുത്തു, വുമൻസ് പാർട്ടിസിപ്പേഷൻ ലീഡർഷിപ്പ് വന്നു, വൃക്ഷങ്ങൾ ആലിംഗം ചെയ്യുന്ന സമരീതി എന്ത് ചെയ്തു, കൊണ്ടുവന്നു. എന്ത് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്താണ് നർമ്മദ ബച്ചോ ആന്തോളൻ. ഇറ്റ്സ് മേധാ പട്കർ. മേധാ പട്കർ എന്ത് ചെയ്തത്, നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. മാത്രമല്ല ഗോത്ര ജനതയെ കുടിയേൽപ്പിക്കലിനെതിരെ വിധിച്ചു. എവിടെ നടന്നത് ഇത്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്ന സ്ഥലങ്ങളിലാണ് നടന്നത്. ലീഡർ ആരിനി, മേധാ പട്കർ. ഇനി എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടായി. അടുത്തത് എടുക്കുകയാണ് സൈലന്റ് വാലി. റീസൺ എന്താ, സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുതി പദ്ധതിക്കെതിരെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പ്ലേസ് എവിടെയാണ്, സൈലന്റ് വാലി എവിടെ മക്കളെ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എല്ലാ മക്കളും. കേരളമാണ് മക്കൾക്കറിയാം. ലീഡർ ആരാണ്, സുഗതകുമാരിയാണ് എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്താ എഫക്റ്റ്, ഈ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതി എന്ത് ചെയ്തു, ഉപേക്ഷിക്കപ്പെട്ടു. മാത്രമല്ല എന്താ പകരം ഉണ്ടാക്കി, വാസ് ഡിക്ലെയർ, നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്തു. എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ എൻ്റെ മക്കളെ ഒന്നുകൂടി പഠിച്ചേക്കണം. ഇത് സയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദ്യം കാണാൻ പറ്റും. Who were the scholars? ഇത് ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. Who were the scholars changed the Ptolemy theory of universe? What were the discoveries? ടോളമിയുടെ പ്രപഞ്ച സിദ്ധാന്തം മാറ്റിമറിച്ച പണ്ഡിതന്മാർ ആരെല്ലാം, എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ഇത് പഠിച്ചു വെച്ചാൽ നോക്കിക്കോൾ കേട്ടോ. ടോളമി എടുക്കുകയാണെങ്കിൽ ടോളമി ഒരു 16th സെഞ്ചുറി വരെ നോക്കിക്കോട്ടോ. ടോളമി ഒരു 16th സെഞ്ചുറി വരെ കണ്ടെത്തിയ സാധനം എന്താ അറിയോ, എർത്ത് ഈസ് സെൻട്രൽ എന്ന് പറയുന്നത്. അത് മാറ്റിയത് ആരാ അറിയോ, അത് ആദ്യമായിട്ട് ആർഗ്യൂ ചെയ്ത്, അതല്ലാന്ന് ആർഗ്യൂഡ് ചെയ്തത് ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് എർത്ത് ഈസ് ഡു നോട്ട് ദ സെന്റർ, സെന്റർ അല്ല, സെന്റർ ഈസ് ആര് പറഞ്ഞു, സെന്റർ ആരാ ചോദിച്ചാൽ സെന്റർ ഈസ് എർത്ത് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അതിന് കൃത്യമായിട്ട് തെളിവ്, അതിനാണ് എവിഡൻസ് അറിയാം, അത് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവർ, ഗലീലിയും ക്ലെപ്പറും. ഗലീലി അന്ന് തെളിവായിട്ട് കൊണ്ടുവന്നു. മാത്രമല്ല ടെലിസ്കോപ്പ് കണ്ടെത്തി. ടെലിസ്കോപ്പിലൂടെ അന്ന് എന്തൊക്കെ കണ്ടെത്തിനി, ജൂപ്പിറ്റർ കണ്ടെത്തി, റിങ്സ് ഓഫ് സാറ്റേൺസ് കണ്ടെത്തിനി. ക്ലെപ്പർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് പ്ലാന്റ്, ഓരോ പ്ലാന്റിന്റെ സ്പീഡ് ഓഫ് പ്ലാന്റ് കണ്ടെത്തി. ആ പ്ലാന്റിന്റെ സ്പീഡ് കണ്ടെത്തിയോടെ പറഞ്ഞു എർത്ത് ഇതേപോലെ കറങ്ങുകയാണ്, ബാക്കിയുള്ളതൊക്കെ കറങ്ങാണ്, ഇതെല്ലാം കറങ്ങുന്നത് ഇതിനനുസരിച്ചാണ് സൂര്യന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൂവ് ചെയ്തു ആര് ഐസക് ന്യൂട്ടൺ. ഏത് സെഞ്ചുറിയിലാണ് മക്കളെ, സെഞ്ചുറി എന്ന് മക്കൾ കമന്റ് ചെയ്യോ, എല്ലാവരും സെഞ്ചുറി ഒന്ന് കമന്റ് ചെയ്യോ എത്ര എന്നുള്ളത് ഞാൻ ഇവിടെ പറയണം. 17th സെഞ്ചുറിയിൽ എന്ത് പ്രൂവ് ചെയ്തു. അന്നൊരു തിയറി കൊണ്ടുവന്നു, അതാണ് ഗ്രാവിറ്റേഷണൽ തിയറി. അത് നമ്മൾ വിളിക്കും എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷൻ തിയറി നമ്മൾ ഇപ്പോഴും പറയുന്ന സാധനം. ഗ്രാവിറ്റേഷണൽ തിയറി മലയാളം എന്താ പഠിച്ചേ, ഗ്രാവിറ്റേഷണൽ തിയറി കൊണ്ടുവന്നു. ഗുരുത്വാകർഷണ തിയറി എന്ത് ചെയ്തു കൊണ്ടുവന്നു. അപ്പൊ സയൻസ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ മൊത്തം ഉണ്ട്. മാത്രമല്ല ആൻഡ്രിയാസ് വേസിലസിനെയും അതേപോലെ തന്നെ നിങ്ങൾ പാരാസെൽസിനൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ കേട്ടോ ഇതിൽ. സോ മതനവീകരണം ചോദിക്കാൻ പറഞ്ഞിട്ട് അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് എൻ്റെ മക്കളെ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. ഒന്ന്, എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം, ആ കാരണങ്ങൾ 3 ഉണ്ട്. അല്ല സൊസൈറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഓരോന്നും തിക്കായിട്ട് ഇതൊന്നും ഞാനൊന്ന് ഷോർട്ടാക്കി തരാം, ഞങ്ങൾക്ക് ഷോർട്ടാക്കി തരാം. എൻ്റെ മുത്തുകളല്ലേ, നിങ്ങൾ പഠിച്ചാൽ മതി എൻ്റെ മക്കൾ. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതൊന്നും ഷോർട്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ഒന്ന് ഫ്രഞ്ച് റവല്യൂഷൻ റീസൺ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചേക്കണം. പിന്നെ ഐഡിയോളജീസ് ആരും നോക്കാതെ പോകണാണ്. പക്ഷെ എന്തോ അറിയില്ല, എൻ്റെ മനസ്സ് വെറുതെ പറയണേ, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അവിടുത്തെ നേതാക്കന്മാർ ആരൊക്കെ ചോദിക്കും. പിന്നെ റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഇതെന്താണ് കുടുംബ പ്രേക്ഷകരെ ചോദ്യം. അത് ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കുടുംബ പ്രേക്ഷകർ. പിന്നെ എല്ലാ പ്രാവശ്യം എക്സാമിൽ ചോദിക്കാറുണ്ട് നെപ്പോളിയൻ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേക്കാം. ഇതിൽ ഞാൻ ആദ്യം ഇടുന്നത് ഐഡിയോളജീസ് ആണ്. ഐഡിയോളജീസിന്റെ 3 ഐഡിയോളജീസിനെ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞേക്കണം. അതായത് വോൾട്ടേർ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്, റൂസോ ഉണ്ട്. വോൾട്ടേർ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക, വോൾട്ടേർ എന്താണ് പറഞ്ഞത്, എല്ലാത്തിനും നിങ്ങൾ അറിയേണ്ട ചോദ്യം ഇതാണ്. എന്താണ് പറഞ്ഞത്. അയ്യോ കട്ടിപിടി അല്ലേ, ഇതും കട്ടിപിടി. എന്താണ് പറഞ്ഞത് അറിയണം. അയാൾ എന്താണ്
എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാത്തിനും ആൻസർ കിട്ടും. വോൾട്ടർ എന്താണ് വോൾട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് എ ഫിലോസഫർ ആണ്, ഹിസ്റ്റോറിയൻ ആണ്, സ്ട്രാറ്റജിസ്റ്റ് ആണ്, ആൻഡ് ഫിലാന്ത്രോപിസ്റ്റ് ആണ്. തത്വചിന്തകനും ചരിത്രകനും ആക്ഷേപഹാസ്യകാരനാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തത് ക്ലർജിനെ ക്രിറ്റിസൈസ് ചെയ്തത് അന്നത്തെ ക്ലർജിക്കാരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് എക്സ്പെൽഡ് ഫ്രം ഫ്രാൻസ് ഡ്യൂ ടു ദ സ്റ്റാൻഡ്സ് ഓൺ റൈറ്റിംഗ്സ്. അയാളെ എത്തുകൊണ്ട് പുറത്താക്കി. റൂൾസ് എന്താ പറഞ്ഞു വെച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സിറ്റീസ് ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇദ്ദേഹം എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ഫിലോസഫറും പൊളിറ്റിക്കൽ ഹിസ്റ്റോറിയൻ എന്താ മനസ്സിലാക്കിയേക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മോണ്ടസ്ക്യൂ എന്ത് ചെയ്തു, ഈസ് എ ക്രിറ്റിസൈസ് ദ ഇവൽ ചർച്ച് ആൻഡ് ടൈനറി ഓഫ് സ്റ്റേറ്റ്സ് കൃത്യമായിട്ട് നടത്തി. അയാൾ 3 ബ്രാഞ്ചസ് എന്ത് ചെയ്ത് മുന്നോട്ട് പറഞ്ഞത് മനസ്സിലാക്കിയേക്കുക. ഇനി അതിന്റെ കൂടെ വേണമെങ്കിൽ ജോൺ ലോക്കും അതായത് ഫിസിയോക്രാറ്റുകൾ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ് നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളുണ്ട്. അത് എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചേക്കണം. നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ നിങ്ങൾക്കല്ലോ 4-5 ഉണ്ട്. അതിലൊന്നാണ് നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ലീഗൽ റിഫോംസ് എന്ന് പറയുക. അതിന് വേണ്ടി നെപ്പോളിയൻ മാത്രം റിട്ടേൺ ചെയ്താണ് നെപ്പോളിയൻ കോഡ് എന്ന് പറയും. നെപ്പോളിയൻ കോഡ് കൊണ്ടുവന്നു. പിന്നെ കോൺകോർഡറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് ഫോർ നെപ്പോളിയൻ ആൻഡ് പോപ്പുമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ അവർക്ക് എന്ത് ചെയ്തു, പുനഃസ്ഥാപിച്ചു കൊടുത്തു. പണ്ട് പ്രൊസസ്സോദിനെ ഇല്ലാണ്ടാക്കിയിരുന്നല്ലോ ഫ്രഞ്ച് റവല്യൂഷന്. ആഫ്റ്റർ നെപ്പോളിയൻ വന്നോടെ എന്ത് ചെയ്തു, അവരും എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെയാണ് എന്ത് എഡ്യൂക്കേഷൻ റിഫോംസ് കൊണ്ടുവന്നു. അതിന് 2 സ്കൂളുകൾ തുടങ്ങി. ആ സ്കൂളുകളെ പേരാണ് കൃത്യമായിട്ട് മക്കൾ പഠിച്ചേക്കുന്നത്. ഒന്ന് നമ്മൾ പറയും ലിസി എന്ന് പറയും, കാർഡ് ലിസിയും. അതേപോലെ നാഷണൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നോക്കിക്കോളി, എന്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസേ എന്ന് പറഞ്ഞ സ്കൂളും കൊണ്ടുവന്നു. അതേപോലെ തന്നെ എന്ത് യൂണിവേഴ്സിറ്റി ഫ്രാൻസ് കൊണ്ടുവന്നു. ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇത് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് എന്ത് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കി കേട്ടോ. അത് എസ്റ്റാബ്ലിഷ് ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. മിലിറ്ററി റിഫോംസിന് വേണ്ടി എന്ത് ചെയ്തു, അവർ സെവറൽ ബറ്റാലിയൻസ് എന്ത് ചെയ്തിരുന്നു, ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന് മക്കൾക്ക് മനസ്സിലാക്കിയേക്കാം. ഇനി വെൽത്ത് ആൻഡ് വേൾഡ് എന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് 2 മാർക്കിന് 3 മാർക്ക് ചോദ്യമുണ്ട്. ചിലപ്പോൾ 2 മാർക്കിന് മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. Geographical exploration had a far-reaching consequence. Let us examine some of them. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സുപ്രധാനമായ നിരവധി അന്തരഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് പറഞ്ഞത്? അത് ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടക്കുമ്പോണ്ടായ അന്തരഫലങ്ങൾ. അഥവാ എല്ലാവരും പണ്ട് മെഡിറ്ററേനിയൻ സീയിലൂടെ പോയിരുന്നത് അത് ഡിക്ലൈൻ ആക്കി മാറ്റുകയും എല്ലാവരും യൂസ് ചെയ്യാൻ എന്ത് ചെയ്തു, അറ്റ്ലാന്റിക് ഓസി സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല ലാർജ് പാർട്ട് എന്ത് ചെയ്തു, അമേരിക്കനും ആഫ്രിക്കൻ്റെ ഒക്കെ ലാർജ് പാർട്ട് എന്ത് ചെയ്തു, കോളനികളാക്കി മാറ്റി. കണ്ടല്ലോ, അമേരിക്ക, ആഫ്രിക്കൻ്റെ, ഏഷ്യൻ്റെ ഒക്കെ ഭൂഖണ്ഡ പല പ്രദേശങ്ങളും യൂറോപ്പിൻ്റെ കേന്ദ്രങ്ങളായി മാറ്റി. മാത്രമല്ല യൂറോപ്യൻസ് എന്ത് ചെയ്യും, ഒരു മോണോപ്പൊളികളായിട്ട് മാറി. ഏഷ്യയിലെ കുരുമുളകിലൊക്കെ പ്രധാനമായിട്ടും മോണോപ്പൊളീസ് ആയിട്ട് മാറി, അവർ ഏകാധിപതികളെ മാറി. മാത്രമല്ല ഗോൾഡ് ആൻഡ് സിൽവർ മാക്സിമം അവർ എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ടിട്ട് അവരുടെ കൺട്രിയിലേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല അവിടെ ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം, യൂറോപ്പിൽ നിന്ന് ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്ന് അമേരിക്ക, അമേരിക്കയിൽ നിന്ന് യൂറോപ്പ്, ആ ട്രയാങ്കുലർ സിസ്റ്റം എന്ത് ചെയ്തു, അവിടെ ക്രിയേറ്റ് ചെയ്തു. ഗോൾഡൻ സിൽവറൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിയോളി, ഇനി അടുത്താണ് ഇതിന് ചോദിക്കാൻ ചാൻസ് ആണ് വ്യവസായ വിപ്ലവമായിട്ട് ഫലം വേണ്ടെന്ന ഇത്. വ്യവസായ വിപ്ലവം നടന്ന എന്തൊക്കെ ഉണ്ടാവും, മെഷീൻ ആവും, പ്രൊഡക്ഷൻ മെഷീൻ ആവും, അഡ്വാൻറ്റേജ് ഓഫ് മെറ്റലർജി, സ്റ്റീം വാസ് യൂസ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറും, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഡെവലപ്ഡ് ആയിട്ട് മാറും, ഗതാഗത സൗകര്യങ്ങൾ ഉഷാറായിട്ട് മാറും, പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ഫ്രം കോട്ടേജ് ഫാക്ടറീസ്, ഉൽപ്പാദനങ്ങൾ കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അഥവാ ചിലപ്പോൾ ഇതിന് എസ് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ദ ഫസ്റ്റ് വേൾഡ് വാറിന് എസ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫസ്റ്റ് വേൾഡ് വാറിന് റീസൺ ഈ 4 പോയിന്റാണ്. രാജ്യങ്ങളുടെ കിട മത്സരവും, അതുപോലെ എക്സ്ട്രീം നാഷണലിസം എന്താണെന്നും, ഫോർമേഷൻ മിലിറ്ററി അലയൻസും, ബിഗിനിങ് ഓഫ് വേൾഡ് വാർ ആണ്. ഇതാണ് കാരണങ്ങൾ. ഇതിന് എല്ലാത്തിനും ഒരു ഈ ഇംപീരിയൽ റിവല്യൂഷൻ നടക്കാനുള്ളതിന് ഒരു 2 കാരണമുണ്ട്. എക്സ്ട്രീം നാഷണലിസം 3 എണ്ണുണ്ട്. എന്താ മനസ്സിലാക്കിയേക്കുക. മിലിറ്ററി അലയൻസ് കൃത്യമായിട്ട് 2 മിലിറ്ററി അലയൻസിനെ കൃത്യമായിട്ട് വെക്കുക. പിന്നെ കാരണം നിങ്ങൾ സ്റ്റോറി ആക്കി എഴുതിയാൽ മതി. എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, സെറ്റായിട്ട് മാറും എന്നുള്ള എന്ത് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ദ മാസ് മൂവ്മെന്റ് ഓഫ് ഫ്രീഡം. ഇതിൽ നാഷണൽ മൂവ്മെന്റ്സ് ചോദിക്കാറുണ്ട്. മക്കളെ പിടിച്ചോളി. ഇതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചോളി. നോൺ കോപ്പറേഷൻ എൻ്റെ മക്കൾക്ക് എക്സാമിൽ ചോദിക്കും. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 3 എണ്ണം ഉണ്ട്. അതിൽ കിട്ടിൻ്റെ ചോദിച്ചു, അതുപോലെ സിവിൽ ഡിസോബിഡിയൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചാൻസ് എൻ്റെ മനസ്സ് പറഞ്ഞ സാധനം ഏതാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. നോൺ കോപ്പറേഷൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഒന്ന്, നോൺ കോപ്പറേഷൻ നടക്കാനുള്ളതിൻ്റെ ഒരു ബേസ് അറിയണം, എന്താ നടക്കാനുള്ളതിൻ്റെ ഒരു ബേസ്. പിന്നെ ഗാന്ധിജി പ്രപ്പോസ് ചെയ്തത് എന്താണ്, ഗാന്ധിജിൻ്റെ പ്രപ്പോസൽ, പിന്നെ അതിൻ്റെ റിസൾട്ട് എന്താണ്, സ്റ്റോപ്പ് ആക്കാനുള്ള കാരണം. ബേസിക് ഒക്കെ എല്ലാവർക്കും കിട്ടും. ബേസിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന് എന്ത് ചോദിക്കാണെങ്കിൽ മക്കൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താ അറിയോ, എന്ത് ചെയ്യുക, ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ഇൻ ഇന്ത്യ ഡാഷ് സ്ട്രഗിൾ സ്റ്റാർട്ടഡ്. ഇതിൽ ഏത് ചോദിക്കുകയാണെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്താൽ ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോസ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചു കേട്ടോ. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ഇൻ ഇന്ത്യ ഡാഷ് സ്ട്രഗിൾ സ്റ്റാർട്ടഡ്. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലും ചൂഷണവുമാണ് ഈ ഡാഷ് സമരം. ഇപ്പോൾ നോൺ കോപ്പറേഷൻ ആണെങ്കിൽ നിസ്സഹകരണത്തിന് കാരണം.
ഇതിൽ ഏത് വർഷം ചെയ്ത് 1920 നാഗ്പൂറിലാണ്. അപ്പം 2 പോയിന്റ് കിട്ടിയില്ലേ. എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു, ആ ഇതിൽ എന്ത് ചെയ്തു, പ്രപ്പോസ് ചെയ്തു. എന്തൊക്കെ പ്രപ്പോസ് ചെയ്തു, റിട്ടേണിങ് ടൈൽസ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഒന്നെന്ത്, സ്റ്റുഡൻസ് ഷാൾ ബൈക്കോട്ടിങ് ബ്രിട്ടീഷ് സ്കൂൾ പറഞ്ഞു, അഡ്വക്കേറ്റ് ബൈക്കോട്ടിങ് കോർട്സ് പറഞ്ഞു, പബ്ലിക് ബൈക്കോട്ടിങ് എന്ത് പറഞ്ഞു, ഫോറിൻ ഗുഡ്സ് പറഞ്ഞു, റിസൈനിങ് ഗവൺമെന്റ് ജോബ്സ് പറഞ്ഞു, റിട്ടേണിങ് അവാർഡ്സ് ആൻഡ് പ്രൈസസ് പറഞ്ഞു. വിദ്യാർത്ഥികളോട് എന്ത് ബഹിഷ്കരിക്കാൻ, സ്കൂള്. വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കാൻ പറഞ്ഞു, ജനങ്ങൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കാൻ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് അത് കൃത്യമായിട്ട് ചെയ്തത്. അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ റിസൾട്ട് ഇങ്ങനെ പഠിക്കുക. അതല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബൈക്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ V1 അല്ലടാ, അത് V2 ആക്കാം. അഥവാ എന്ത് ചെയ്യുക, സ്റ്റുഡൻസ് ബൈക്കോട്ടഡ് ബ്രിട്ടീഷ് സ്കൂൾ, അതാണ് അതിൻ്റെ റിസൾട്ട്. അഡ്വക്കേറ്റ്സ് ബൈക്കോട്ടഡ് കോർട്സ്, അതതിൻ്റെ റിസൾട്ടാണ്. പബ്ലിക്കിന് പകരങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് വുമൻസ് കൊടുക്കുക, വുമൻസ് ബൈക്കോട്ടഡ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ബേണിംഗ് ഫോറിൻ ഗുഡ്സ് ആക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഇതൊന്നും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെക്കുക. ആഫ്റ്റർ എന്ത് ചെയ്തു, നമ്മളെ ചൗരി ചൗര ഇൻസിഡൻറ്റ് സ്റ്റോപ്പ് ആക്കിയത് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. സോ എൻ്റെ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ കിടിലമാക്കി ഞാൻ 15 മിനിറ്റോട് പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടെ നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചു വരാൻ പോവുക, സെറ്റായിട്ട് മാറും. സോ നാളത്തെ മെഗാമാരത്തോൺ മക്കൾ എല്ലാവരും വാ, ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലും അവിടെ തകർക്കണം, സെറ്റാക്കി മാറ്റണം കേട്ടോ. സോ ബൈ, സി യു, ലവ് യു ഓൾ. അപ്പം ഇഷ്ടപ്പെട്ട എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ബാക്കി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. ബൈ, കാണാം.